മാലിക്കി മദ്ഹബിന്റെ ഇമാം സാഹിബുൽ മുഅത്ത, അവരോട് ചോദിക്കപ്പെട്ടത്, തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ഒരാൾ അടുത്ത മണിക്കൂറിൽ, അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ മനുഷ്യൻ തൂക്കിലേറ്റപ്പെടുമെങ്കിൽ, അയാൾ അത്തരമൊരു കുറ്റം ചെയ്ത ആളാണെന്നിരിക്കട്ടെ, ആ മനുഷ്യന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അയാൾ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇമാം മാലിക് എന്നവർ കൊടുത്ത മറുപടി, ഫല്യതഅല്ലമിൽ ഇൽം, അയാൾ ഇൽമു പഠിക്കണം. ഒരു ഹദീസോ ഒരു ദിക്റോ ഒരു ഖുർആന്റെ തഫ്സീറോ ഒരു ഹദീസിന്റെ വ്യാഖ്യാനമോ ഒരു അഥറോ ഒരു ഇൽമ അയാൾ പഠിക്കട്ടെ. അപ്പൊ അവർ പറഞ്ഞു, ഇമാം അവറുകളെ, ആ ഇൽമ പഠിച്ചിട്ട് എന്താ, അടുത്ത നിമിഷം ഇയാൾ കൊല്ലപ്പെടുകയാണ്. ആ ഇൽമ കൊണ്ട് അമല് ചെയ്യാനുള്ള സമയം ഇയാൾക്ക് ലഭിക്കില്ലല്ലോ, പിന്നെന്തിനാ പഠിച്ചതിന്റെ കാര്യം? മഹാൻ പറഞ്ഞു, ഇൽമെന്ന് പറയുന്നത് തന്നെ ഇബാദത്തല്ലയോ? ഇൽമ പഠിക്കുന്നത് തന്നെ ഒരു ഇബാദത്തല്ലേ? അത് മതി, അതേ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കർമ്മമെന്ന് മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അല്ലാഹു ഇൽമിന്റെ അഹ്ലുകാരായി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. അൽ ഇൽമു സലാസ, വിജ്ഞാനം എന്നത് മൂന്നെണ്ണമാണ്. ആയത്തുൻ മുഹ്കമ, ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്. വസുന്നത്തുൻ മുത്തബഅ, പുണ്യനബി തങ്ങളുടെ സുന്നത്താണ്. പിന്നെ പറഞ്ഞത് വഫരീളത്തുൻ ആദില, അല്ലാഹുവിന്റെ ദീനിന്റെ ഫരീളത്തുകളാണ്. ഈ മൂന്നെണ്ണമാണ് ഇൽമിന്റെ ആധാരശില എന്ന് പറയുന്നത്. അതിന്റെ മുഖമ്മിലാത്തുകൾ, അതിന്റെ അസ്ബാബുകൾ, അതിലേക്ക് ചേർത്ത് തരുന്ന അറിവുകൾ, അതൊക്കെ മാലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ആ രീതിയിൽ മറ്റു ഇൽമുകളും അതിന്റെ ഭാഗമായി നിർബന്ധമായ അറിവുകളായി മാറുകയാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه